ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എഫ്എക്സ് ടോക്സ് അനദർ വീഡിയോ. കഴിഞ്ഞ വീക്ക് നമ്മൾ എക്സൈൽ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവുക. കഴിഞ്ഞ വീക്ക് നമ്മൾ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്ക് അത്യാവശ്യം നമുക്ക് നല്ലൊരു വിന്നിംഗ് സ്ട്രീക്ക് ഈ ഒരു ഏരിയ തൊട്ട് ഈ ഒരു ഏരിയ വരെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ഡയറക്ഷൻ മൂവ്മെന്റ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. വൺ ഡയറക്ഷൻ മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ. ബട്ട് ഈ ഒരു വീക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സെയിം ഏരിയ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ അകത്താണ് പ്രൈസ് നിന്നിട്ടുണ്ടായത്. ഞാൻ കുറച്ചും കൂടി ഒരു ഡയറക്ഷൻ മൂവ്മെന്റോ അല്ലാന്നുണ്ടെങ്കിൽ റിട്രേസ്മെന്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഫസ്റ്റ് ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ ആയിരുന്നു ഈ ഒരു വീക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മൺഡേ ടു ഫ്രൈഡേ സെയിം ഏരിയ തന്നെയാണ് പ്രൈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഓൾമോസ്റ്റ് സിമിലർ ഏരിയ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ ഇനി നെക്സ്റ്റ് വീക്കിലെ എക്സ്പെക്ടേഷൻ ഒന്നുകിൽ ഈ ഒരു ഹൈ ബ്രേക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ മൂവ് വീണ്ടും കിട്ടിയേക്കാം. അല്ലാതെ ഈ ഒരു ക്യാൻസിക്സിന്റെ ലോ ബ്രേക്കിലാണെന്നുണ്ട് എങ്കിൽ ഫ്രൈഡേ വന്നുള്ള ക്യാൻസിക്സിന്റെ ലോ ബ്രേക്കിലാണെന്നുണ്ടെങ്കിൽ റിട്രേസ്മെന്റ് എക്സ്പെക്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ലെവൽസും കാര്യങ്ങളെല്ലാം ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മൺഡേ ടു എങ്ങനെ നമുക്ക് ആ ഒരു മാർക്കറ്റിനെ നോക്കി കാണാം, ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കാം, ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കാം. എക്സൈവില് 1 hour ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാകാം. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് എല്ലാ എല്ലാ ടൈമിലും പോയി ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടാവില്ല. സ്പെസിഫിക് ആയിട്ട് ഒന്നുകിൽ ഏഷ്യ അല്ലെങ്കിൽ ലണ്ടൻ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് പോയിട്ടായിരിക്കും ഞാൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എടുക്കുന്നുണ്ടാകുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ICT കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു യൂറോ USDയുടെ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ എക്സൈസ് സ്ട്രാറ്റജിയും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിസ്കൗണ്ട് കൂപ്പൺസും കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഗോൾഡിന്റെ സ്ട്രാറ്റജി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇൻ ഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണ് നോക്കുക, ഏതൊക്കെ കാൻസിക്സ്, എന്താണ് സ്ട്രാറ്റജി കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീക്ക് നമുക്ക് കഴിഞ്ഞ വീക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4% നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്ക് പക്ഷെ എനിക്കൊരു 0.5% ലോസ് ആണ് പെർ അക്കൗണ്ട് ആണ്. 0.5% പെർ അക്കൗണ്ട് ലോസ് എന്നുള്ള രീതിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു 3 ട്രേഡുകൾ ലോസിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ 2 ട്രേഡുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ മൺഡേ എടുത്ത ട്രേഡ് ആണ്. മൺഡേ ഈ ഒരു ഏരിയാസിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 1:2 എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ലൊരു ഡീസന്റ് മൊമെന്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് മൊത്തം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ എക്സൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു മൺഡേ എടുത്ത ട്രേഡ് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ബൈ എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട് ഈ ഒരു ഏരിയാസിലാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടുള്ളത്. പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എടുത്തുള്ള ട്രേഡാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു ബൈ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ബൈ നോർമലി ഞാൻ സ്റ്റോപ്പ് ലോസ് ഇത്ര വൈഡർ വെക്കാറില്ല. കുറച്ചും കൂടി ഈ ഒരു ലെവലിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഹൈസിന്റെ മുകളിൽ കട്ട് ചെയ്ത് മാറുമായിരുന്നു. ഒരു 1:2 എന്റെ നോർമലി ഞാൻ എക്സൈഡ് നോക്കുന്ന വെച്ച് കഴിഞ്ഞാല് ആ ഒരു റിസ്ക് റിവാർഡിന് പകരം എൻട്രിക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. നമ്മുടെ ഒരു SL വരുത്താണെന്നുണ്ടെങ്കിലും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും, മേജർ ആയിട്ടുള്ള ലോ ലെവൽസിലായിരിക്കും നമ്മുടെ SL കാര്യങ്ങളെല്ലാം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഒരു SL അടിക്കാതെ ആയിരിക്കും നോർമലി ആ ഒരു പ്ലേപ്പും കാര്യങ്ങളും നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാറുണ്ടാവുക. പക്ഷെ ഈ ഒരു വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹയർ ലെവലിലേക്ക് പോയി ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു CPIക്ക് ശേഷം അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ രീതിയിലൊന്നും കിട്ടിയില്ല. പ്രൈസ് എല്ലാം റിട്രേസ് ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റി ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഡൗൺ സൈഡിലേക്ക് വരിക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പോർഷൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 1% റിസ്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടും കാണാൻ വേണ്ടി പറ്റും. ആ ഒരു കണ്ടിന്യൂഷൻ ബേസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ നെക്സ്റ്റ് പോർഷൻ ആഡ് ചെയ്തു. ഈ ഒരു ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ലോ ആണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇതൊരു മേജർ ഒരു ലോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽസിലേക്ക് എന്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു 0.5% ആണ് റിസ്ക് ചെയ്തില്ല. കാരണം ഓൾറെഡി ഞാൻ ഒരു ട്രേഡ് റണ്ണിങ് ആണ്. ഓക്കെ, സ്വാപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തൊരു ട്രേഡിൽ റൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 0.5% ആണ് റിസ്ക് ചെയ്തത്. ഓവറോൾ എനിക്ക് ഈ ഒരു ട്രേഡ് ലോസിലാണ് പോയിട്ട് എൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു 2 ട്രേഡ് പ്രോഫിറ്റിലേക്ക് പോയ ട്രേഡാണ്, പക്ഷേ ലോസിലേക്ക് പോയിട്ടാണ് എൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായത്. 1% ലോസിലാണ് ഞാൻ ഇവിടെ എൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1% ആണ് റിസ്ക് ചെയ്തിട്ടുള്ളത്. നേരെ പകുതിയാക്കിയിട്ടുണ്ട്. 0.5ന് താഴെയാണ് നമുക്ക് റിസ്ക് വന്നിട്ടുള്ളത്.
ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 0.5% ആണ് റിസ്ക്, ഓവറോൾ ഒരു 1% ആണ് ഇവിടെ എനിക്ക് റിസ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് തിങ്, ആ ഒരു രീതിയിലാണ് ഞാൻ എന്റെ പൊസിഷൻ സൈസിങ്ങും അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റും വരുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇവിടെ ഞാൻ 3 ലോസുകൾ വരുത്തിയിട്ടുണ്ട്. ആ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ആ ഒരു രീതിയിലാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ ഒരു ലോസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഒരു സെറ്റപ്പിൽ. ഓക്കെ, ഒന്ന് ഹൈ ടൈം ഫ്രെയിമിലാണ് ഞാൻ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊസിഷണൽ ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡെയിലി കാണാൻ വേണ്ടി പറ്റും. ഡെയിലിയിൽ നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡിൽസ് വന്നിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന്. എവിടുന്നാ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പോയിന്റ് നിന്നാണ്, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നിന്നാണ് നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയസ് നിന്നാണ് പ്രൈസ് റിവേഴ്സൽ കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ഏരിയാസ് ഞാൻ ഷോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് കാര്യം ഒരു എക്സ്പാൻഷൻ ആണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പ്രൈസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഒരു 4 ഹവറിന്റെ ലെവൽസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 4 ഹവർ ലെവൽസും കൂടി കാണിച്ചു തരാം. 4 ഹവറിന്റെ മേജർ ലെവൽ ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ബ്രേക്ക് ചെയ്യും, കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽസ് അല്ലെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരെ കിട്ടുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ പ്രൈസ് എന്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് പോയി. ഇവിടെ ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സൽ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വെർട്ടിക്കൽ ഏരിയയിൽ നിന്ന് കട്ട് ചെയ്ത് മാറായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഇവിടുന്ന് റിവേഴ്സൽ കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു രീതിയിലുള്ള റിവേഴ്സലോ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഡോസ് ബുക്ക് ചെയ്ത് മാറിയിട്ടുള്ളത് ഓൾമോസ്റ്റ് 3 ട്രേഡുകളിലാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഓൾമോസ്റ്റ് എന്റെ പൊസിഷൻസ് ബേസ് ചെയ്ത് നോക്കലാണെങ്കിൽ 1%, 1%, 2% ആണ് ഇവിടെ ലോസ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ബേസ് ചെയ്തിട്ട് ഇവിടെ ഉള്ള ബേസ് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റബിളി ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഒരു 0.5% എന്നുള്ള രീതിയിലാണ് പെർ അക്കൗണ്ടിൽ എനിക്ക് ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒരു പെർ അക്കൗണ്ടിന് ഞാൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് എക്സ്ഐയിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ വീക്ക് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നമുക്ക് 0.5% ആണ് നമ്മൾ ലോസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്ക് നമ്മൾ എടുത്തുള്ള ട്രേഡ്സുകൾ നിങ്ങൾ ആലോചിക്കണം. നമുക്ക് ആ ഒരു ഡയറക്ഷൻ മൂവ്മെന്റ് വന്ന സമയത്ത് ഓൾമോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായതും ഈ ഒരു ലെവൽസിൽ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയാസിൽ ഇവിടെ ഒരു ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞ വീക്ക് പറയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 പ്രോഫിറ്റബിൾ ട്രേഡ്സ് 1 SL എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഓക്കെ, നല്ല നല്ല ട്രേഡ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും ഈ ഒരു പോയിന്റ്, ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ പോയിന്റ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയാസിൽ നല്ല മൂവ്മെന്റ് ആയിരുന്നു. അത് മൊത്തം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് കഴിഞ്ഞ വീക്ക് നോക്കലാണെങ്കിൽ നമുക്കൊരു 3 പ്രോഫിറ്റബിൾ ട്രേഡ്സ് 1 SL 1 ബ്രേക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ്. ഈ ഒരു വീക്ക് നോക്കലാണ് കഴിഞ്ഞ വീക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഈ ഒരു വീക്ക് നമ്മൾ ആ ഒരു 0.5 എന്നുള്ള രീതിയിൽ ലോസിലാണ് ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം, ലെവൽസും കാര്യങ്ങളും നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മേജർ ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേജർ ആയിട്ടുള്ള ബൈയിങ് പോയിന്റുകൾ ഏതൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഹവറിന്റെ ടൈം ഫ്രെയിമിലാണ് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നല്ലൊരു ബൈയിങ് പോയിന്റ് ആണ്. ഓക്കെ, ഈ ഒരു ഏരിയാസിൽ വന്നതിന് ശേഷമാണ് പ്രൈസ് മുകളിലോട്ടേക്ക് പോയിട്ടുള്ളത്. ആ ഒരു ഏരിയാസിലേക്ക് വീണ്ടും പ്രൈസ് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നേരെ മറിച്ചിട്ട് ഇതിന്റെ താഴോട്ടേക്ക് പോയിട്ട് ഒരു ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ലെവൽസിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതായത് പ്രൈസിന് ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ വളരെ ക്വിക്ക് ആയിട്ട് ഈ ഒരു ഇതെങ്ങനെയാണ് പുള്ളിഷിലേക്ക് കയറി പോലും അതേപോലെ തന്നെ നമുക്ക് ബെയറിഷ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 ഹവറിലാണ് ലെവൽസും കാര്യങ്ങളും പ്ലോട്ട് ചെയ്യുന്നത്. 1 ഹവറിലേക്ക് പോയിട്ട് ആ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു മേജർ കീ ലെവലാണ്. നെക്സ്റ്റ് മേജർ ആയിട്ടുള്ള ലെവൽ ഏതാണ്? നമുക്ക് 4 ഹവറിന് എടുക്കാം. 4 ഹവറിൽ ഈ ഒരു പെർട്ടിക്കുലർ സോൺ ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ഓക്കെ, ഞാൻ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസിലേക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് മേജർ ആയിട്ടുള്ള ഏരിയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനി പ്രൈസ് ഈ ഒരു ഏരിയാസിലേക്ക് വന്ന് സപ്പോർട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ 1 ഹവറിൽ ഒരു ബുള്ളിഷ്നെസ് കാണിക്കലാണ് നമ്മുടെ പെർട്ടിക്കുലർ ടൈം നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം ഈ ഒരു ലെവൽസ് വരെ. ഇനി ഇപ്പോൾ ഉള്ള ലെവൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വേറൊരു ഏരിയാസും കൂടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നേരത്തെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഒരു സപ്പോർട്ട് എടുത്ത ഏരിയയും കൂടിയാണ് അല്ലെ. ഈ ഒരു ഏരിയ പ്രൈസ് നോക്കുക, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു, സപ്പോർട്ട് എടുത്ത് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഏരിയാസിലേക്ക് വളരെ ക്വിക്ക് ആയിട്ട് വരുത്തും. അവിടെ നമുക്കൊരു റെസ്പെക്ട് ഒന്നും കാണിക്കാതെയാണ് പോയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വീണ്ടും ഈ ഒരു ഹൈസിന്റെ മുകളിലോട്ടേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വരെ അപ്പ് സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എന്റെ മൺഡേയുടെ വ്യൂ ഉണ്ടാവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇത്രയും ലെവൽസ് ഉള്ളൂ നമുക്ക്. ഇതിൽ കൂടുതൽ ലെവൽസോ കാര്യങ്ങളോ നോക്കാനില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്.
നമുക്ക് ഈ ഒരു ഹൈസിന്റെ മുകളിലോട്ട് കിട്ടലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽസ് വിത്ത് അവർ ടൈം ഫ്രെയിം, ആ ഒരു ടൈം സോണിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈം സോണിലാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഇതായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ റിട്രേസ്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സപ്പോർട്ട് സോൺ, ഇവിടെ നമുക്കൊരു സപ്പോർട്ട് സോണും കൂടി ഉണ്ട് 1 hour ബേസിൽ. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സപ്പോർട്ട് സോണ് സപ്പോർട്ട് സോണ് ടാപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയാസ് കാണാൻ വേണ്ടി പറ്റും. ബൈ, അതായത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു, സപ്പോർട്ട് എടുത്ത് ബൈ പോയി, ബ്രേക്ക് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് വന്നു, വീണ്ടും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ട് എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് റിട്രേസ്മെന്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ റിട്രേസ്മെന്റ് വന്നിട്ട് ഈ ഒരു ഏരിയാസ് നമുക്കൊരു ബുള്ളി സൈൻ കാണിക്കലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അപ്പ് സൈഡിലേക്ക് നോക്കുന്നുണ്ടാവും വിത്ത് ലാർജ് സ്റ്റോപ്പ് ലോസ് ഒരു 1:1.5 അല്ലെങ്കിൽ 1:1 എന്നുള്ള രീതിയിൽ. ഓക്കെ, നേരെ മറിച്ചിട്ട് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഗ്യാപ് ഡൗൺ ആണ്, ഇവിടെയാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത് ബെയറിഷ് വരുന്നത് വിചാരിക്കാം. ഈ ഒരു ഏരിയാസിന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽസിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. വിത്ത് 1 hourലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ആ റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസ്, മേജർ ഈ ഒരു ലെവൽസിലേക്കായിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നേരെ മറിച്ച് ഈ ഒരു ഏരിയാസ് തന്നെ ഓപ്പൺ ചെയ്ത് വലിയൊരു ക്യാൻഡിൽസ് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുക്കുന്നുണ്ടാവും. സ്റ്റോപ്പ് ലോസ് വെഡറാക്കിയേക്കും 1:1 ഒരു 1 അല്ലാന്നുണ്ടെങ്കിൽ 1:1.5 എന്നുള്ള രീതിയിലായിരിക്കും ടാർഗറ്റ്. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, 4 hour നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നല്ല റിവേഴ്സൽ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെല്ല് ചെയ്ത് റിവേഴ്സൽ ചെയ്താണ്, അതായത് സെല്ലേഴ്സിനെ എല്ലാം ട്രാപ്പ് ചെയ്താണ് ഈ ഒരു ഏരിയാസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ്ലി അപ്പ് സൈഡിലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈസ് ബ്രേക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ലെവൽസ് ഉള്ള ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നോക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഏറ്റവും സിമ്പിൾ ആയിട്ട് സപ്പോർട്ടർ റെസിസ്റ്റൻസ് വരക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക ഈ ഒരു ഹൈ ടൈം ഫ്രെയിം ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ICT കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യണത്. പക്ഷേ എക്സൈഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ലെവൽസുകൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് യൂസ് ചെയ്യാം, വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി പ്രൈസിന് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ആയിട്ട്, ഇപ്പൊ എനിക്ക് SL പോക്കാണെന്നുണ്ടെങ്കിലും ഞാൻ എന്താണ് അവിടെ റോങ് ചെയ്തിട്ടുള്ളത് എനിക്ക് ചാർട്ടിലേക്ക് ആ ഒരു ഫോർമേഷന് ശേഷം ചാർട്ടിലേക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്, അത് തിരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ പ്രൈസ് ബിഹേവിയർ ആ ഒരു ലെവൽസിൽ അങ്ങനെ പ്ലേ അപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ വൃത്തിക്ക് ആ ഒരു സപ്പോർട്ടർ റിസൾട്ട്സ് ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും വിത്ത് അവർ ടൈം. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട് ആ ക്ലാസ്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 299 ആണ് ക്ലാസ് കാണുന്നുണ്ടാവുക. ഈ ഒരു നെക്സ്റ്റ് മന്ത് വരെ ആ ഒരു 1000 rupees ഒരു ഓഫർ കൂടി ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ 4 hour നമുക്ക് നോക്കാം. ഐ തിങ്ക് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. മേ ബി വേറൊരു കാര്യമുണ്ട്, ഡെയിലി നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലിയിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് കാണിച്ചത്. അതായത് പ്രൈസ് ബുള്ളിഷ് ആയിട്ട് പോയിട്ട് ബ്രേക്ക് ചെയ്ത ലെവലാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. നേരെ മറിച്ചിട്ട് ഇവിടുന്ന് റിവേഴ്സൽ ക്യാൻഡിൽസ് നല്ല രീതിയിൽ കാണിക്കലാണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് ഷോർട്ട് ടേം ആയിട്ട് ഹൈ പോയിട്ട് നല്ലൊരു ബെയറിഷ് ക്യാൻ ഈ താഴോട്ടേക്ക് വന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് വരെ ടാർഗറ്റ് ചെയ്യാനും വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, വരുന്ന ദിവസങ്ങളിൽ ഞാൻ എക്സ്ചേഞ്ച് ആ ഒരു ടൈം എൻട്രി എടുക്കുന്ന ടൈം ഞാൻ ലൈവ് വരാൻ വേണ്ടി പറ്റുമോ നോക്കാം. മോർണിംഗ് ആയിരിക്കും കൂടുതൽ ഞാൻ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു 5 o'clock ഞാൻ നോർമലി രാവിലെ എണീക്കുന്നുണ്ടാവും. അതിന് ശേഷമായിരിക്കും എൻട്രി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാകുക. ഓക്കെ, യൂറോയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 11:30 to 2:30 വരെ ആയിരിക്കും നോക്കുന്നുണ്ടാകുക. NY ആണെന്നുണ്ടെങ്കിൽ 4:30 to 7:30 വരെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക. XAയും സിമിലർ ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ 4:30 to 7:30 ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക. ഓക്കെ, വാട്ട് എവർ. അപ്പൊ ഈ ഒരു ലെവൽസ് ആണ് മേജർലി നോക്കാനുള്ളത്. ഇതൊരു ലെവൽസ് ആണ്, മേജർ ആയിട്ടുള്ള റിവേഴ്സൽ പോയിന്റ് ആണ്. ഇവിടെ എങ്ങനെ ബിഹേവ് ചെയ്യും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഹൈസിന്റെ മുകളിൽ എങ്ങനെ ബിഹേവ് ചെയ്യും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ചിട്ട് പ്രൈസ് ഈ ഒരു ലെവൽ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽസ് നമുക്ക് 1 hour ബേസ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് പ്രോപ്പർ ഒരു സപ്പോർട്ടായിട്ട് ഞാൻ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ലെവൽസും ഉണ്ട് സപ്പോർട്ടായിട്ട് എടുത്തിട്ട്. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് വന്നു, അപ്പ് സൈഡിലേക്ക് പോയി, വീണ്ടും ഈ ഒരു ലെവൽസ് ഹോൾഡ് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് വന്നു, ഇവിടെ റീടെസ്റ്റ് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് വന്നു, വീണ്ടും റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദ പ്രോപ്പർ ലെവൽ. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്യുന്ന സമയത്ത്
കൂടുതൽ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകുന്നു. ഡയറക്ഷനും എക്സ്പെക്ടേഷനും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ കൺഫർമേഷനും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട്. പിന്നെ ഒരിക്കലും ഒരു ലൈൻ ആയിട്ടായിരിക്കില്ല ഇത് വർക്കൗട്ട് ആവുന്നുണ്ടാവുക. ഒരു സോൺ ആയിട്ടായിരിക്കും വർക്കൗട്ട് ആവുന്നുണ്ടാവുക. ഓക്കെ, കൂടുതൽ കാര്യം ഞാൻ ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾക്ക് മേജർലി ഉള്ള ലെവൽസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യലാണ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് ട്രേഡ് എടുത്തത്. എല്ലാ വീക്കും ഞാൻ എക്സയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അവിടെ ഞാൻ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ പുതുതായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ആ ഒരു വീഡിയോസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.